സുഭദ്രയുടെ കൊച്ചി കടവന്ത്ര സ്വദേശിയാണ് സുഭദ്രയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരൺ ചേരുന്നുണ്ട്. ശരൺ, സ്വാഭാവികമായി ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതാണ്. കടവന്ത്ര സ്വദേശിയായ സുഭദ്രയുടെ മൃതദേഹം എങ്ങനെ നമുക്ക് കലവൂരിൽ നിന്ന് കണ്ടെത്തി? സുഭദ്ര എങ്ങനെ അവിടെ എത്തി? അവരുടെ ബന്ധം, ജിതിൻ ലാലുമായൊക്കെയുള്ള ബന്ധം, ഇതൊക്കെ സംബന്ധിച്ച് ഈ കടവന്ത്രയിൽ നിൽക്കുമ്പോൾ എന്ത് വിവരങ്ങളാണ് കിട്ടുന്നത് ശരൺ? സൈഫുദ്ദീൻ, എന്തായാലും നമുക്ക് സുഭദ്രയുടെ അയൽവാസിയുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോവാം. അവരെ കൊണ്ട് മോശം പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാം നന്നായിട്ട് തന്നെ. ഒരുപാട് കാലമായിട്ട് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അവരോ? സുഭദ്ര കുറെ വർഷമായി. എത്ര കാലമായി ചേച്ചി ഇവിടെ വന്നിട്ട്? ഞങ്ങളിവിടെ വന്നിട്ട് 20 വർഷമായി. അപ്പോഴൊക്കെ ചേച്ചിയെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പേ ചേച്ചിയൊക്കെ ഇവിടെ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ എപ്പോഴായിരുന്നു? ഞങ്ങൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് അറിഞ്ഞ, 4-ാം തീയതിയൊക്കെ കഴിഞ്ഞൊരു പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ചേച്ചി ചിലപ്പോൾ അമ്പലത്തിൽ ആരുടെയും കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിശ്വസിച്ചത്. പിന്നെ മകൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് പോലീസിൽ പരാതിപ്പെട്ടത്. മകൻ എങ്ങനെയാണ് സംശയം തോന്നിയത് വിളിച്ചിട്ട് കിട്ടാതെ? അത് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാണ്. പിന്നെ ഇവിടെ നമ്മുടെ ക്യാമറയൊക്കെ നോക്കാൻ വന്നായിരുന്നു. നേരത്തെ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസം? അതെ അതെ അതെ. ഏതെങ്കിലും രീതിയിൽ ദുരൂഹതയുള്ള സ്വഭാവം ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര അറിയില്ല. നമ്മൾ അത്ര ഇല്ല, എന്തെങ്കിലും കാണുമ്പോൾ വർത്താനം പറയുമെന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അവരെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും. സംസാരിക്കുമായിരുന്നു? പിന്നെ കണ്ടാ സംസാരിക്കും, എപ്പോഴും കാണാറില്ല, കണ്ടാ സംസാരിക്കും. CCTV നോക്കിയിട്ട് എന്താ കണ്ടിരുന്നത്? ഒന്നും കാണാൻ പറ്റില്ല. ചേച്ചി രാവിലെ 6 മണിക്ക് ഇവിടെ വെള്ളം എടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ പോകുന്നത് കണ്ടിട്ടില്ല. ഈ പോയത് ആരെങ്കിലും കണ്ടതായിട്ടുള്ള എന്തെങ്കിലും വിവരം അങ്ങനെ പറയുകയും ചെയ്തു? ഒന്നുമില്ല, ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 4-ാം തീയതിയാണ് സുഭദ്രയെ കാണാതാകുന്നത്. സുഭദ്രയുടെ വീടാണ് നമ്മൾ ഈ സമീപത്തായി കാണുന്നത്. അയൽവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സുഭദ്രയെ ഇവിടെ കാണാതായത് സംബന്ധിച്ച് മകൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതിനപ്പുറമുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സുഭദ്രയുടെ വീട്. കഴിഞ്ഞ മാസം 4-ാം തീയതി ഇവിടെ നിന്ന് കാണാതാകുന്നു. അതിനുശേഷം 7-ാം തീയതിയാണ് കടവന്ത്ര പോലീസിന് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിക്കുന്നത്. കടവന്ത്ര പോലീസ് തുടക്കത്തിൽ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നതാണ്. സുഭദ്ര എവിടേക്കാണ് പോയെന്നുള്ള കണ്ടെത്താനുള്ള വലിയ പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങൾ വരെ ഈ അന്വേഷണം എത്തിച്ചേരുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ആലപ്പുഴയിൽ നിന്നും സുഭദ്രയെ കണ്ടതായിട്ടുള്ള വിവരം ലഭിക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കേസ്, അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്ത കാണാതായെന്നുള്ള കേസ്, മിസ്സിംഗ് കേസ്, അത് മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നത്. കടവന്ത്ര പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മറ്റു വിവരങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അത് നേരത്തെ ഇത്തരത്തിൽ കാണാതായെന്നുള്ള മകന്റെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. സുഭദ്രയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിൽ ആലപ്പുഴയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നു. അവിടെ സുഭദ്രയെ കണ്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മണ്ണഞ്ചേരി പോലീസിന് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് കടവന്ത്ര പോലീസ് പറയുന്നത്. അതിനുശേഷം മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നിലവിൽ മുഴുവൻ അന്വേഷണവും നടത്തുന്നത് മണ്ണഞ്ചേരി പോലീസ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ശിവകൃപ എന്നുള്ള പേരിലുള്ള വീട്ടിലാണ് ദീർഘകാലമായിട്ട് സുഭദ്ര താഴെ സുഭദ്ര ചേച്ചി താഴെ താമസിക്കൂ, മേലെ ഭട കൊടുത്തത. ഇതാണ് അവനക്ക് സ്വന്തം കാലമായിട്ട് ഇവിടെ താമസിക്കൂ. അവന് സ്വന്തം വീട്ടാണോ. പിന്നെ പക്ഷേ എവിടേക്കെങ്കിലും പോവില്ല. ഇങ്ങനെ തന്നെ വരൂ, വീട്ടിലേക്ക് കയറൂ, എവിടെ തന്നെ വെള്ളം പിടിക്കൂ, വീട്ടിലേക്ക് കയറൂ. ദൂരെ ഒന്നും പോവില്ല, ഈ പരിസരം എവിടേക്കെങ്കിലും പോവില്ല. ബാക്കി എന്തെങ്കിലും സാധനം പച്ചക്കറി ഇതെങ്കിലും മേടിക്കാനായിട്ട് കടലിൽ പോവും, അവിടെ തന്നെ വന്നിട്ട് പോവും. ആൾക്കാരെ ഉണ്ടാവും, അവിടെ തന്നെ വെള്ളം എടുത്തിട്ട് അകത്തേക്ക് കയറും. ബാക്കി ഒന്നുമില്ല. ഈ കാണാതെ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അങ്ങനെ റോട്ടിൽ വരൂ, ഞാൻ റൂമിലെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ സംസാരിക്കൂ. എല്ലാവരും നല്ല ചേച്ചിയാണോ. പക്ഷേ സുഭദ്ര ചേച്ചി കാണാതായെന്നുള്ള വിവരം നിങ്ങൾ ഇവിടെ അടുത്ത താമസിക്കുമ്പോൾ കാണുമില്ലേ? എല്ലാവരും കാണും. ഇങ്ങനെ വരുമ്പോൾ റോട്ടിൽ എല്ലാവരും കാണും. ഞാൻ മോളായിട്ട് സംസാരിക്കൂ, മോനായിട്ട് സംസാരിക്കൂ, എല്ലാമായിട്ട് സംസാരിക്കും. ഇങ്ങനെ തന്നെയാണ് പരിപാടി. എന്തായാലും പ്രദേശവാസികളുടെ പ്രതികരണമാണ് സൈഫുദ്ദീൻ നമ്മൾ കേൾക്കുന്നത്. അത്രയേറെ സുപരിചിത ആയിട്ടുള്ള ആളാണ് സുഭദ്ര. ഇങ്ങനെ ആളുകളുമായിട്ട്, അതായത് ദൂരെ ഒന്നും പോകാറില്ലായിരുന്നു. ഈ പരിസരത്ത് തന്നെയാണ്. ഇവിടെ വെള്ളമെടുക്കൊക്കെ പുറത്തേക്ക് ഇടയ്ക്ക് വന്നിരുന്നു. ദീർഘകാലമായി ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. മറ്റ് ബന്ധുക്കൾ, മക്കളടക്കം ഉണ്ട്. അവരൊക്കെ തന്നെ സമീപത്തായിട്ടാണ് താമസിക്കുന്നത്. ഇവിടെ സുഭദ്ര മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 4-ന് കാണാതാകുന്നു. അതിനുശേഷമാണ് എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി ചേട്ടാ, ഈ കാണാതെ സംബന്ധിച്ച് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്?
ഞങ്ങൾ ദിവസവും കാണുന്നതും വർത്തമാനം പറഞ്ഞത് 24 മണിക്കൂറും കൂടി കഴിയുന്ന ആൾക്കാരാണ്. അത് കാണുന്നത് വരെയുള്ള കാര്യമൊന്നുമല്ല. അപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മോനിവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നോക്കാൻ പറഞ്ഞു. അപ്പോൾ ലോക്കാണ് തുടങ്ങി. ഞായറാഴ്ച തുടങ്ങി അവരെ കണ്ടിട്ടില്ല. മകൻ പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കാണാനില്ല എന്നുള്ളത്. ഇല്ല മകനൊന്നും പറഞ്ഞില്ല. അന്ന് ഇവർ വന്ന് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം അതിനെപ്പറ്റി ചർച്ച കഴിഞ്ഞ മാസം 4-ാം തീയതി. മാസം 4-ാം തീയതി ഞായറാഴ്ച ആണ് ഈ സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ച, കാരണം തിങ്കളാഴ്ച അവർക്ക് വർക്കിംഗ് ഡേ ആണ്. തിങ്കളാഴ്ച അവർ വരും, വന്നിട്ട് പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ആ പൈസയ്ക്ക് അവർ പോയിരിക്കും. എന്താണെങ്കിലും ശരിയാണ്. രാവിലെ അമ്പലത്തിൽ പോകും. ഒരു കൃത്യമായ കാര്യങ്ങളാണ്. അതിൽ വേറെ ഒരുപാട് ദൂരെയൊക്കെ പോകുമായിരുന്നു. അത് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവുമായിരുന്നു. ഈ പരിസരത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അവരൊരിടത്തും പോവില്ല. എവിടെയെങ്കിലും പോയി മാറി താമസിക്കുക? ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യില്ല അവര്. എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 19 വർഷത്തൊക്കെ പരിചയമുണ്ട് ഇവിടെ. 1-2 അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ പതിവില്ലാതെ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ ആണ് സംശയം തോന്നി. ഞാൻ നോക്കി അവിടെ വരെ ടേൺ വരെ അത്രയും നമ്മുടെ സൈറ്റ് കിട്ടുന്നുള്ളല്ലോ. പിന്നെ അവരെങ്ങടാണ് പോയതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അതിനുശേഷം വൈകുന്നേരം രാത്രി അവർ ഇവിടെ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ഒരു കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി. അപ്പോൾ ഉച്ച രാവിലെ പതിവില്ലാതെ ഇങ്ങനെ പോകുന്നത് കാണുന്നു. അതിനുശേഷം വൈകുന്നേരം ഈ ഒരു കിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ടില്ല. ആ സമയം വരെ അവരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് അവസാനം അവിടെയാണ് കൊടുത്തത്. അവരുടെ മക്കൾ പിന്നെ ഇവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം വന്നിരുന്നു. അവർ പിന്നീട് കാണാതായിട്ട് മക്കൾ വന്ന് അന്വേഷിച്ചു, പിടിച്ചു. പിന്നെ പോലീസുകാരൊക്കെ വന്നു. എന്നോടും സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി കൊണ്ടുപോയി. കാണാത്ത വിവരം ഞായറാഴ്ച വിവരം അറിഞ്ഞു. അന്വേഷണം തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഈ പരിസരത്തൊക്കെ പോയി അന്വേഷിച്ചിരുന്നോ? എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പോയിരുന്നോ ഇവരെ കാണാത്ത സാഹചര്യത്തിൽ? അല്ല, അങ്ങനെ ഒരു ഇതില്ലല്ലോ നമുക്ക്. അവർ കാണാനില്ല എന്നൊരു ചിന്തയില്ല. തൽക്കാലം കണ്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും എന്നൊരു പ്രതീക്ഷ. പരാതി കൊടുക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസമൊക്കെ അങ്ങനെ ഇല്ല അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് ഈ അമ്പലമായിട്ടുള്ള ഭയങ്കര കൂടുതൽ ഇതാണ്. പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. അവരുടെ കൂട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സപ്താഹം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അമ്പലങ്ങളിൽ. അപ്പോൾ അതിനെയൊക്കെ പങ്കെടുക്കും. അവരതൊക്കെ കഴിഞ്ഞ ആഹാരമൊക്കെ കഴിഞ്ഞ് ക്ലീനായ അതിന് എല്ലാ ചട്ടവട്ടം തീർന്നതിന് ശേഷം അവർ വരുള്ളൂ. അപ്പോൾ ചില ദിവസം താമസിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകം കാണാനല്ല. അത് പുറത്തോട്ട് പോകില്ല. ആരെക്കൂടി ഇപ്പോൾ തന്നെ ഇതാണ് കൂടുതൽ ആളുകളുടെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവസാനമായി കണ്ട ദിവസത്തെ അത് സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നത്. 4-ാം തീയതി രാവിലെ ഇത്തരത്തിൽ പതിവില്ലാതെ ഈ പരാതി നൽകിയ മകനും അവരുടെ കൂടെ തന്നെയായിരുന്നു അവിടെ താമസം. ഈ മകൻ കൂടാതെ കൂടുതൽ ബന്ധുക്കൾ ഉണ്ടോ അവർക്ക്? അവർക്ക് 2 മക്കളുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ ഇവിടെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു താമസിച്ചെന്നുള്ളത്. കാരണം ഇവിടം വിട്ട് മാറി താമസിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭദ്ര ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു എന്നുള്ളതാണ് അയൽവാസികളടക്കം പറയുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം 4-ാം തീയതി കാണാതാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പോലീസിൽ പരാതി നൽകിയതിന് ശേഷമാണ് പലർക്കും ഇത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിവരം ലഭിക്കുന്നത്. അതായത് കാണാതാവുകയായിരുന്നു എന്നുള്ള വിവരം. അതുവരെ എവിടെയെങ്കിലും പോയതാകാം എന്നുള്ളൊരു ധാരണയിലാണ് ഈ അയൽവാസികളടക്കം ഇരിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്നതാണ്. ഇവിടെയാണ് ഏകദേശം ഒരു 40-50 വർഷമായിട്ട് അവർ ഇവിടെ തന്നെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കൊന്നും മാറി താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒപ്പം തന്നെയാണ് ഈ മക്കൾ ഇവിടെ എത്തി ഇടയ്ക്ക് കാണുന്നതിനപ്പുറം അങ്ങ് ദൂരേക്കൊന്നും പോകുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. സുഭദ്ര മറ്റ് ഇടങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. കൂടിപ്പോയാൽ അമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്ത് ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരൂഹ സാഹചര്യത്തിൽ കാണാവുകയും ചെയ്തത്. എന്തായാലും 7-ാം തീയതിയോട് കൂടിയാണ് മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയിരുന്നത്. അതിനുശേഷം പോലീസ്, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നു. അപ്പോഴും സുഭദ്രയെക്കുറിച്ച് യാതൊരുവിധ വിവരവും ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് ഇത്തരത്തിലൊരു വിവരം പോലീസിന് ലഭിക്കുകയും കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന മിസ്സിംഗ് കേസ്, ആ കേസ് മണ്ണഞ്ചേരി പോലീസിനെ കൈമാറുകയും ചെയ്തിരുന്നത്. പിന്നീട് വിശദമായ അന്വേഷണം, അതായത് എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടത്തിയത് മണ്ണഞ്ചേരി പോലീസാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ മൃതദേഹത്തിന്റെ
അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ.